പടവലങ്ങ ഒലത്തിയത്. ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത പടവലങ്ങ, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, വേപ്പിൻ്റെ ഇല, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിരണ്ടിയെടുത്ത തേങ്ങ, ഉപ്പ്, പിന്നെ പടവലങ്ങ ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ. ഇനി നമുക്ക് പടവലങ്ങ ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ചെറുതായിട്ട് കളർ മാറിയിട്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാണ് പടവലങ്ങ ചേർക്കാം. ഉപ്പ് ചേർക്കാം. ചിരണ്ടി വെച്ചേക്കണം തേങ്ങ ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കും. ഇനി നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. കാരണം പടവലങ്ങയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തീ കുറച്ച് കൂട്ടി വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും വെള്ളം അതിനകത്ത് കൂടുതലാവും. അപ്പോൾ പടവലങ്ങ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് പടവലങ്ങ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട്. അപ്പോൾ പടവലങ്ങ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം മൂടി വെച്ചാൽ മതി. ചൂടോടുകൂടി മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പ് ഇരുന്നിട്ട് പിന്നെ ഇതിലേക്ക് വെള്ളം വരും.